അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷഹാദയെക്കുറിച്ചും അതിനെ പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ നമസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അതിനുശേഷം സക്കാത്തിനെ കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുകയാണ്. സക്കാത്ത് നൽകുക എന്നുള്ളത് ഫഹുവ അത്തഅബ്ബുദു ലില്ലാഹി തആല ബിബദ്ലിൽ ഖദ്രിൽ വാജിബി മിനൽ അംവാലി സകവിയ്യത്തിൽ മുസ്തഹഖ. സക്കാത്ത് നൽകുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് വേണ്ടിയുള്ള ഒരു ആരാധനയാണ്. ആ ആരാധന എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് നിർബന്ധമായ ഒരു അളവ് നമ്മളുടെ സമ്പത്തിൽ നിന്ന് ചിലവഴിച്ചുകൊണ്ടാണ്. നമ്മൾ സക്കാത്ത് നൽകൽ നിർബന്ധമായ നമ്മളുടെ സ്വത്തിൽ നിന്ന് എത്രയാണോ അതിന് അള്ളാഹു കണക്കാക്കിയ ആ ഒരു ശതമാനം അത് കൊടുത്തുകൊണ്ട് നമ്മളുടെ ധനത്തെ ശുദ്ധീകരിക്കുക എന്ന ഒരു നിലപാടാണ്, രീതിയാണ്. അങ്ങനെയാണ്, അതിനെയാണ് സക്കാത്ത് എന്ന് പറയാ. വമിൻ സമറാത്തിഹ, അതിന്റെ ഫലങ്ങളിൽപ്പെട്ട കാര്യമാണ് തത്ഹീറുൻ നഫ്സി മിനൽ ബുഖലി, മനസ്സിനെ പിശുക്കിൽ നിന്ന് ശുദ്ധിയാക്കുക എന്നുള്ളത്. വറാന്നി, റാന്ന് എന്ന് പറഞ്ഞാൽ കറ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അശുഹ് എന്നാണ്, പിശുക്ക് തന്നെയാണ്. പിശുക്കിൽ നിന്ന് മനസ്സിനെ ശുദ്ധിയാക്കുക എന്നതാണ് ഈ ഇതുകൊണ്ടുണ്ടാകുന്ന ഫലം, സക്കാത്ത് കൊടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന. ഇസ്ലാമി വൽ മുസ്ലിമീൻ, അതുപോലെ തന്നെ ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും എല്ലാം കാര്യങ്ങളിൽ കാര്യങ്ങളെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെതായ ആവശ്യത്തിന് വേണ്ടി. അതുപോലെ മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ ഒരു സഹായമായിക്കൊണ്ടാണ് ഈ ഒരു സക്കാത്ത് നൽകുക എന്ന ഒരു രീതി, അതുകൊണ്ടുണ്ടാകുന്ന ഫലം എന്നെല്ലാം നമുക്ക് അദ്ദേഹം പറഞ്ഞു തരാണ്. അപ്പം സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്, സമ്പത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് അതൊരു നിർബന്ധ ബാധ്യതയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, സാമ്പത്തികമായ കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കൊടുക്കുക എന്നതൊരു നിർബന്ധ ബാധ്യതയാണ്. ഖുർആൻ പറയുന്നുണ്ട്, ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. റസൂലേ, അവരുടെ സമ്പത്തിൽ നിന്ന് ഈ സക്കാത്തിനെ താങ്കൾ പിടിച്ചെടുക്കുക, നിർബന്ധമായി തന്നെ. നൽകാത്ത ആളുകളിൽ നിന്ന്, അത് നൽകാൻ തയ്യാറാത്ത ആളുകളിൽ നിന്ന് അത് പിടിച്ചെടുക്കണം. തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, എന്നിട്ട് അതുകൊണ്ട് അവരെ ശുദ്ധീകരിക്കുകയും അതുപോലെ തന്നെ അവരെ സംസ്കരിക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോ അതൊരു ശുദ്ധീകരണമാണ്, മനുഷ്യന്റെ മനസ്സിനുള്ള ഒരു ശുദ്ധീകരണമാണ്. അതുപോലെ തന്നെ അവന്റെ സമ്പത്തിൽ നിന്നുള്ള ഒരു മാലിന്യമാണ് ശരിക്ക് സക്കാത്ത്. അത് പിടിച്ചു കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അത് അവന്റെ സമ്പത്തിനെ മലിനമാക്കുന്ന ആളുകളാണ്. അങ്ങനത്തെ ആളുകളെ പറ്റി ഖുർആൻ സൂറത്തു തൗബയുടെ 34-ാമത്തെ വചനത്തിലൂടെ പറയുന്നുണ്ട്, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ വല യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. ഈ സ്വർണവും വെള്ളിയും ഒക്കെ അത് ഒരു കൂട്ടി വെക്കുകയും എന്നിട്ട് കൻസായിട്ട്, നിധിയായിട്ട് കാത്തു സൂക്ഷിക്കുകയും അതിൽ നിന്ന് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക എന്നൊക്കെ ഖുർആനില് നമുക്ക് അതിനെപ്പറ്റി അതിന്റെ ഗൗരവം പറഞ്ഞതായിട്ട് കാണുവാൻ കഴിയും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയാണ്, സൗമു റമദാൻ, അടുത്തതായിട്ട് പറഞ്ഞത് ഈ സൗമു റമദാനെ പറ്റിയാണ്, റമദാനിലെ നോമ്പിനെ കുറിച്ചാണ്. ഫഹുവ അത്തഅബ്ബുദു ലില്ലാഹി തആല ബിൽ ഇംസാകി അനിൽ മുഫത്തിറാത്തി നഹാറ റമദാൻ. നോമ്പ് എന്ന് പറഞ്ഞാൽ ആ ആരാധനയുടെ രൂപം എങ്ങനെയാണ്? അത് അൽ ഇംസാക്കാണ്, പിടിച്ചുവെക്കലാണ്. അനിൽ മുഫത്തിറാത്ത്, നോമ്പിനെ മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നഹാറ റമദാൻ. റമദാനിന്റെ പകലിൽ നോമ്പിനെ മുറിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ വെള്ളം കുടിക്കുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങളായിട്ട് പറഞ്ഞതാണ് മോശപ്പെട്ട സംസാരങ്ങൾ, പ്രവർത്തികൾ, ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നുള്ളതാണ് നോമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വമിൻ സമറാത്തിഹി, ഈ നോമ്പിന്റെ ഫലങ്ങളിൽ പെട്ടതാണ് തർവീദുൻ നഫ്സി
അൻ തർക്കിൽ മഹ്ബൂബാത്തി ത്വലബൻ ലിറിളല്ലാഹി അസ്സ വജല്ല. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ നിന്നുള്ള ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു മനസ്സിനെ പരിശീലിപ്പിക്കലാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. അത് ഭക്ഷണം കഴിക്കണം നമ്മൾ ആഗ്രഹിക്കും, വെള്ളം കുടിക്കണം നമ്മൾ ആഗ്രഹിക്കും. എന്തുകൊണ്ട് നമ്മൾ ആ സമയത്ത് അത് ചെയ്യുന്നില്ല? അത് പടച്ചവന് വേണ്ടി നമ്മൾ അത് മാറ്റിവെച്ചാണ്. പടച്ചോന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ അത്രമേൽ ആഗ്രഹിക്കുന്ന, നമ്മൾ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഭക്ഷണവും വെള്ളവും ഒരു നിശ്ചിത സമയത്തേക്ക്, ലൈംഗിക ബന്ധമൊക്കെ ഒരു നിശ്ചിത സമയത്തേക്ക് മാറ്റിവെക്കാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഒരാൾ അയാളുടെ മനസ്സിനെ, ശരീരത്തെ പരിശീലിപ്പിക്കാണ്. അള്ളാഹുവിന് വേണ്ടി എന്തിനേയും ത്യജിക്കുവാൻ തയ്യാറാവുക എന്ന മനോഹരമായ ഒരു കർമ്മമാണ് നോമ്പ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ നമ്മൾ അതിനോടൊപ്പം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ. ഒരാള് ഒരു ദിവസം അള്ളാഹുവിന് വേണ്ടി നോമ്പ് അനുഷ്ഠിച്ചാൽ, ഒരു സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ, അത് കാരണം അള്ളാഹു അവന്റെ മുഖത്തെ ഈ നരകത്തിൽ നിന്ന് 70 വർഷത്തെ വഴിദൂരം അകറ്റും. എത്ര പുണ്യമുള്ളതാണ്! 70 വർഷം ഒരാൾ നടന്നാൽ എത്ര ദൂരത്തെത്തുമോ അത്ര ദൂരം ഒരു നോമ്പ് കൊണ്ട് അള്ളാഹു ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് അകറ്റുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുപോലെ തന്നെ യുവാക്കളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നുണ്ട് പ്രത്യേകമായി, യാ മഅശറ ശബാബ്, അല്ലയോ യുവ സമൂഹമേ, മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്, നിങ്ങൾക്ക് വിവാഹം കഴിക്കുവാനുള്ള പ്രാപ്തി എത്തിയാൽ നിങ്ങൾ കല്യാണം കഴിക്കുക. ഫഇന്നഹു അഗല്ലു ലിൽ ബസ്വരി വഅഹ്സനു ലിൽ ഫർജ്, അത് നിങ്ങളുടെ കണ്ണിനെ താഴ്ത്തും, അതുപോലെ തന്നെ നിങ്ങളുടെ ഗുഹ്യാവയവത്തെ കാത്തു സൂക്ഷിക്കും. ഇതൊക്കെ പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമല്ലം യസ്തതി, ഇനി അതിനൊരാൾക്ക് സാധിക്കുന്നില്ല, വിവാഹം കഴിക്കുവാനുള്ള ഒരു അവസ്ഥയും സൗകര്യവും ഒന്നും അവനില്ല, ഫഅലൈഹി ബിസ്സൗം, അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അവൻ നോമ്പ് അനുഷ്ഠിക്കട്ടെ, അവൻ സുന്നത്ത് നോമ്പുകൾ നോൽക്കട്ടെ. ഫഇന്നഹു ലഹു വിജാ, അത് അവനൊരു പരിചയാണ്. തെറ്റുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, മോശപ്പെട്ട ചിന്തകളിൽ നിന്ന്, ചെയ്തികളിൽ നിന്ന്, വൈകൃതങ്ങളിൽ നിന്നൊക്കെ മനുഷ്യനെ തടയുന്നതാണ് നോമ്പ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച നോമ്പ്, വ്യാഴാഴ്ച നോമ്പ്, അതുപോലെ അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങളിലുള്ള നോമ്പ്, ഇതൊക്കെ വളരെ പുണ്യമായിട്ടുള്ള കർമ്മ നോമ്പായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീട് അദ്ദേഹം അഞ്ചാമതായിട്ട് പറയുന്ന കാര്യം ഹജ്ജുൽ ബൈത്ത്, ഹജ്ജ് ചെയ്യുക എന്നുള്ളത്, ഫഹുവ അത്തഅബ്ബുദു ലില്ലാഹി തആല ബിഖസ്ദിൽ ബൈത്തിൽ ഹറാമി ലിൽഖിയാമി ബിശറാഇഇൽ ഹജ്ജ്, ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി മസ്ജിദുൽ ഹറാമിനെ ലക്ഷ്യം വെക്കുക എന്നുള്ളത് അത് അള്ളാഹുവിന് വേണ്ടിയുള്ള മഹത്തായ ഒരു ആരാധനയാണ്. വമിൻ സമറാത്തിഹി, അതിന്റെ ഫലങ്ങളിൽപ്പെട്ടതാണ് തർവീദുൻ നഫ്സി, മനസ്സിനെ പരിശീലിപ്പിക്കുക എന്നത് അതിലുണ്ട്. അലാ ബദലിൽ ജുഹൂദിൽ മാലിയ വൽ ബദനിയ ഫി തആത്തില്ലാഹി തആല, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് തന്റെ സമ്പത്തും അതുപോലെ തന്നെ ശരീരവും ഒക്കെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ള ഒരു മനോഹരമായ ഒരു ലക്ഷ്യം ഹജ്ജിനുണ്ട്. കാരണം ഭയങ്കരമായ ശാരീരികാധ്വാനങ്ങൾ ഉള്ളതാണല്ലോ, അതുപോലെ തന്നെ സാമ്പത്തികമായ ബാധ്യതകളും വരുന്നതാണ്. വലിഹാദ കാനൽ ഹജ്ജു നൗഅൻ മിനൽ ജിഹാദി ഫീ സബീലില്ലാഹി തആല, ഇതുകൊണ്ടാണ് ഹജ്ജിനെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു സമരം, ഒരു ജിഹാദ് എന്ന രീതിയിൽ എണ്ണുവാനുള്ള കാരണം എന്നെല്ലാം അദ്ദേഹം നമുക്ക് പറഞ്ഞു തരാണ്. അപ്പോ ഇസ്ലാം പഠിപ്പിച്ചു തന്ന ഈ 5 കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങളിലെ ഷഹാദത്ത്, അതുപോലെ തന്നെ നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, അതിന്റെ ഫലങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അത് ഗൗരവത്തോടുകൂടി കാണുക, അതിനെ കൃത്യമായിട്ട് ഉൾക്കൊള്ളുക, നിർവഹിക്കുവാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.